ഉസ്മാനിയ മെഡിക്കൽ കോളേജിൽ എൻ്റെ പഠനം പൂർത്തിയായിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എൻ്റെ പിതാവിൻ്റെ മരണവും ഞാനിവിടെ തിരിച്ചു വരേണ്ടി വന്നതും ഞാനൊരു 6 മാസം ഇവിടെ നിൽക്കേണ്ടി വന്നു. കാരണം ഇന്നത്തെ ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ അത് വലിയൊരു കടത്തിലായിരുന്നു. ആ ഹോസ്പിറ്റലിനെ രക്ഷപ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങളുടെ മറ്റുമൊക്കെ ഭാഗമായിട്ട് ഞാൻ തിരിച്ചു വരേണ്ടി വന്നു. പക്ഷേ പിന്നീട് അത് എനിക്ക് തിരിച്ച് കോഴ്സിന് അവർ ടൈം കഴിഞ്ഞു, ലീവ് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പോവുകയും അങ്ങനെ ഹൈദരാബാദിൽ നിന്നുകൊണ്ട് തന്നെ എൻ്റെ കോഴ്സ് പൂർത്തിയാക്കുകയും ചെയ്തു. അപ്പോൾ ഹൈദരാബാദ് സിറ്റി ഇന്നത്തെ തെലുങ്കാന എന്ന ഇഷ്യൂ അന്ന് ഞാൻ അവിടെ വെച്ച് പഠിക്കുകയുണ്ടായി. എന്താണ് ഈ തെലുങ്കാന ഇഷ്യൂ? ഒരേ ഭാഷ സംസാരിക്കുന്ന 2 ആൾക്കാർ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ സാംസ്കാരികമായിട്ടുള്ള പ്രശ്നമാണ്. എന്താണ് തെലുങ്കാന എന്ന് വെച്ചാൽ മലബാറും തിരുകൊച്ചിയും തമ്മിലുള്ള സാംസ്കാരിക പ്രശ്നം തന്നെ. അതായത് ഒരു കൂട്ടരുടെ ഭാഷ ശരിയല്ല എന്ന് മറ്റേ കൂട്ടർ, ഒരു കൂട്ടരുടെ സംസ്കാരം ശരിയല്ല എന്ന് മറ്റേ കൂട്ടർ. ഇപ്പോൾ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും നമുക്കറിയാം, തെക്കുന്നുള്ള ആൾക്കാർ പൊതുവെ തന്നെ വടക്കുള്ള ഭാഷ അല്ലെങ്കിൽ അവരുടെ സംസ്കാരത്തെ കുറച്ച് കൊച്ചായിട്ട് കാണുന്നുണ്ട്. അത് തന്നെയായിരുന്നു തെലുങ്കാനയിലെ ഇഷ്യൂ. അല്ലെങ്കിൽ എല്ലാം ജാതിപരമായിട്ടും മതപരമായിട്ടൊക്കെ വല്ല പ്രശ്നമില്ല. റെഡ്ഡികൾ അപ്പുറത്തുണ്ട്, റെഡ്ഡികൾ ഇപ്പുറത്തുണ്ട്, കമ്മകൾ അപ്പുറത്തുണ്ട്, കമ്മകൾ ഇപ്പുറത്തുണ്ട്. അപ്പുറത്ത് സംസാരിക്കുന്നത് തെലുങ്ക്, ഇപ്പുറത്ത് സംസാരിക്കുന്നത് തെലുങ്ക്. അപ്പോൾ ഈ തെലുങ്ക് ശുദ്ധ തെലുങ്കാണോ അല്ല. അപ്പോൾ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ തെലുങ്കാനയിലെ തെലുങ്കിൽ ഉറുദു ഭാഷയാണ് കൂടുതൽ. ഉറുദു ഉദാഹരണം പറയാം, അവർ ഉദാഹരണമായിട്ട് കലമു എന്നാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അവർ കിതാബു എന്നാണ് ഉപയോഗിക്കുന്നത്. കാരണം കിതാബ് എന്നുള്ള ഉറുദു വാക്കെടുത്തുണ്ട്. അതേസമയം നമ്മുടെ ഇവിടെ സംസ്കൃത വാക്കുകളാണ് ഉപയോഗിക്കുന്നത്, പുസ്തകമോ. ഓരോ ഭാഷ ഇതിലും ആ വ്യത്യാസങ്ങൾ നമ്മൾ കാണാറുണ്ട്. വാക്കുകൾ ഉപയോഗിക്കുന്നത് അവർ ഈ തരത്തിലുള്ള കാര്യം. അപ്പോൾ ശുദ്ധ തമിഴ് അല്ല ശുദ്ധ തെലുഗു എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള തർക്കത്തെ പറ്റിയിട്ടാണ് ഇത് തുടങ്ങുന്നത്. ഭാഷയെപ്പറ്റി തുടങ്ങി, പിന്നെ സംസ്കാരത്തെപ്പറ്റി തുടങ്ങി, പിന്നെ അതിന് സാമ്പത്തിക വശങ്ങളെപ്പറ്റി തുടങ്ങി, പിന്നെ ജോലിയെപ്പറ്റി തുടങ്ങി, അങ്ങനെ ആയിട്ടുള്ള. അപ്പോൾ ഇതിൽ എനിക്കൊരു വലിയൊരു പങ്ക് വന്നിട്ടുണ്ട്. അത് ഞാൻ അതിലോട്ട് വരാൻ പോവാണ്. ഞാനെങ്ങനെ ഇതിൽ ഇടപെടും? ഈ തെലുങ്കാന ഇഷ്യൂവിൽ എനിക്ക് വലിയ റോളുണ്ട്. അത് ഇൻ്റർനെറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഫസൽ ഗഫൂർ വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ്, ഫസൽ ഗഫൂർ വേഴ്സസ് ദ യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കുറേ കേസുകളുണ്ട്. അതാണ് ഇന്നത്തെ തെലുങ്കാന കേസുകൾക്കൊക്കെ ആധാരമായിട്ട് അവരെടുക്കുന്നതിന്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ അവിടെ നിന്ന് MD പാസ്സായി കഴിഞ്ഞപ്പോൾ അവിടുത്തെ എൻട്രൻസ് എക്സാം ഞാൻ പോയി എഴുതി. എൻട്രൻസ് എക്സാം എഴുതി കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവിടെ പ്രസിഡൻഷ്യൽ റൂൾസ് അല്ലെങ്കിൽ മുൽക്കി റൂൾസ് അല്ലെങ്കിൽ 85-15 ഫോർമുല എന്ന് പറഞ്ഞിട്ട് ഫോർമുലയുണ്ട്. എന്താണ് ആ ഫോർമുല? ആ ഫോർമുല എന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശിലെ 3 പ്രദേശങ്ങൾ, റായൽസീമ, തെലുങ്കാന, ആന്ധ്ര, ഇവിടെ എല്ലാം 85% സീറ്റ് ഷുഡ് ബി ഗിവൺ ടു ലോക്കൽ. ഫോർ എക്സാമ്പിൾ റായൽസീമയിലെ 85 സീറ്റും ഷുഡ് ബി ഗിവൺ ഓൺലി ടു ലോക്കൽസ്. തെലുങ്കാനക്കാർക്കും മറ്റൊരുക്കും കൊടുക്കാൻ പാടില്ല. ഞാൻ ഇപ്പോൾ നമ്മൾ കൊച്ചിയിലെടുത്താൽ കൊച്ചിയിലെ എല്ലാ സീറ്റും 85% കൊച്ചിക്കാർക്ക് റിസർവ് ചെയ്യണം വരുന്നുണ്ടാവും കൊച്ചി സ്റ്റേറ്റിന്. അപ്പോൾ അങ്ങനെ ഞാൻ എൻട്രൻസ് എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പ്രശ്നം പറ്റി. ഞാൻ ആരാന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ ഇതിലൊന്നും പെടൂലല്ലോ. ഞാൻ ക്ലെയിം ചെയ്ത് ഞാൻ ഈ 15 പെടുന്നു. അവർ നിങ്ങൾ ഔട്ട്സൈഡറാണ്, പെടൂലാന്ന്. അപ്പോൾ കേസിൻ്റെ പ്രശ്നം എന്താ കിടക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ 15% ഔട്ട്സൈഡേഴ്സ് പെടുമോ അതോ ഓൺലി ആ പ്രദേശത്ത് ഔട്ട്സൈഡേഴ്സ് പെടുമോ എന്ന് തർക്കം വന്നു. എന്തായാലും എൻ്റെ വാദം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾ ഔട്ട്സൈഡേഴ്സ് പെടുന്നതായിരുന്നു. അങ്ങനെ വാദിച്ച് ഞാൻ വന്നതെന്ന് വെച്ചാൽ, അങ്ങനെ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹയർ സ്പെഷ്യാലിറ്റീസ് മെഡിസിനിലും മറ്റിലുമൊക്കെ ഇത് പാടില്ല, ഇത്തരത്തിലുള്ള റിസർവേഷൻ പാടില്ല. മെറിറ്റ് ഷുഡ് ബി ദ സോൾ ക്രൈറ്റീരിയ എന്നാണ് എൻ്റെ വാദം. അങ്ങനെ ഇത് ഭയങ്കര വാദമായി കഴിഞ്ഞപ്പോൾ കോടതി വിധി വിചിത്രമായ രീതിയിൽ വന്നു. വിചിത്രമായ രീതി എന്താണെന്ന് വെച്ചാൽ, ഓരോ പ്രദേശത്ത് 85% സീറ്റ് അവിടെ വേണമെന്നുള്ള. അപ്പോൾ പ്രശ്നം പറ്റിയതെന്ന് വെച്ചാൽ, ഹൈദരാബാദ് സിറ്റി തെലുങ്കാനയിലാണ്. എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റിയും എല്ലാ ഹയർ കോഴ്സും ഹൈദരാബാദിലാണ്. പക്ഷേ ഈ വിധി പ്രകാരം എല്ലാ സീറ്റും തെലുങ്കാനക്കാർക്ക് റിസർവ്ഡായി. അങ്ങനെ ഇതൊരു വലിയ ക്രൈസിസ് ആയിട്ട് വന്നു. 2 കൊല്ലത്തോളം ഈ ക്രൈസിസ് നിന്നു. ആ ക്രൈസിസിന് കാരണക്കാരൻ ഞാനായിരുന്നു. അങ്ങനെ അത് സുപ്രീം കോടതിയിൽ പോയി. അവസാനം സുപ്രീം കോടതി പുതിയ റൂളൊക്കെ കൊണ്ടുവരുന്നത്. അത് ഞാനൊരു കഥ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ തെലുങ്കാന പ്രശ്നത്തിനുള്ള മെയിൻ കാരണം അതാണ്. നമ്മളിപ്പോൾ ഈ സ്പ്ലിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക, പണ്ടുള്ള പറഞ്ഞാൽ ആദ്യം നമ്മൾ മതത്തിൻ്റെ പേരിൽ സ്പ്ലിറ്റ് ചെയ്ത്, ഞാൻ ഒരു ഉദാഹരണം പറയാം. ആദ്യം നമ്മൾ പാകിസ്ഥാനും ഇന്ത്യയും മതത്തിൻ്റെ പേരിൽ സ്പ്ലിറ്റ് ചെയ്തു. പിന്നെ പാകിസ്ഥാൻ പോയിട്ട് ബംഗ്ലാദേശായിട്ട് സ്പ്ലിറ്റ് വരുന്നത് ഭാഷയുടെ പേരിലാണ്, ബംഗാളി ഭാഷ അവസരം. പിന്നെ ഇപ്പോൾ പഞ്ചാബിൽ വരാൻ പോണത് എന്താ, ഇനി പാകിസ്ഥാൻ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ അത് പോയി സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത് സംസ്കാരത്തിൻ്റെ പേരിലായിരിക്കും. അപ്പോൾ നമ്മൾ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞ കാര്യത്തിലോട്ട് നമ്മൾ പുറപ്പെടുകയാണെങ്കിൽ നമ്മൾ എവിടെ എത്തൂല എന്നുള്ളതാണ് തെളിവാണ് തെലുങ്കാന. കാരണം 1956 പോറ്റി ശ്രീരാമുലു എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി, അദ്ദേഹം 67-70 ദിവസം നിരാഹാര സത്യാഗ്രഹം നടത്തിയിട്ട് ജീവത്യാഗം ചെയ്ത് ഉണ്ടാക്കിയതാണ് ഈ സ്റ്റേറ്റ്, സംയുക്ത ആന്ധ്ര എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിന് 10-50 കൊല്ലമല്ലേ നിൽക്കാൻ പറ്റുള്ളൂ.
എന്നിട്ട് അത് വീണ്ടും വളർന്നല്ലോ. അതേമാതിരി നമ്മുടെ പല സ്ഥലങ്ങളും സ്റ്റേറ്റുകൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജാർഖണ്ഡ്, ബീഹാറായി, ഛത്തീസ്ഗഡ് വന്നു, മധ്യപ്രദേശിൽ നിന്ന്. അപ്പോൾ ഈ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം നടന്നത്. ഇത് പറയാനുള്ള കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ തന്നെ പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മലബാറിനോട് വിവേചനം ഉണ്ടെന്ന്. ഇപ്പോൾ ഞങ്ങളൊക്കെ തന്നെ മലബാർ ഫോറത്തിൽ മെമ്പർമാരാണ്, ഞാനും KKN ഗ്രൂപ്പൊക്കെ. ഇപ്പോൾ ഞങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ മലബാറുകാർക്ക് എവിടെയും പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് കാണിക്കുന്നത്. ആദ്യം വിവേചനം സംസ്ഥാനമായിരിക്കും, പിന്നെ ജില്ലാ വൈസായിരിക്കും, പിന്നെ അതിനുശേഷം പഞ്ചായത്ത് വൈസായിരിക്കും, മുനിസിപ്പാലിറ്റി വൈസായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കൊണ്ട് വിവേചനം എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് തെലങ്കാന സ്റ്റേറ്റ്. NT രാമറാവുവിൻ്റെ കുടുംബവുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയാണ് ഞാൻ. കാരണം എൻ്റെ ഭാര്യ NT രാമറാവുവിൻ്റെ മരുമകളായിട്ട് വളരെ ക്ലോസ് ആയിരുന്നു. അതേമാതിരി തന്നെ ഞാൻ NT രാമറാവുവിൻ്റെ മകൻ ബാലകൃഷ്ണയുമായിട്ടും ഭയങ്കര അടുപ്പത്തിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബാലകൃഷ്ണയുടെ കൂടെ പലപ്പോഴും ഷൂട്ടിങ്ങിന് പോകാൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്നു ഞാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാലകൃഷ്ണ അക്കാലത്ത് മദ്രാസിൽ താമസിച്ചിരുന്നു കുറച്ച് കാലം. NT രാമറാവിൻ്റെ ഒരു വീടുണ്ട് നമ്മുടെ ചോല ഹോട്ടലിൻ്റെ പുറകിലായിട്ട്. അങ്ങനെ ഞാൻ NT രാമറാവിൻ്റെ വീട്ടിൽ അവിടെ പല വട്ടം പോവുകയും അങ്ങനെ ഒരിക്കൽ NTR തന്നെ അവിടെ ഇരിക്കുകയും, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷയുണ്ട്, സംസ്കൃതം കലർന്നിട്ടുള്ള ഭാഷയാണ്. അപ്പോൾ ബാലകാറു മിത്രുడు വച്ചാറു എന്ന് പറയും. അതായത് നിങ്ങൾ ബാല യുവർ ഫ്രണ്ട് ഹസ് കം, മിത്രം എന്നുള്ള നിലക്ക്. അപ്പോൾ അദ്ദേഹം വീട്ടിൽ വരെ മക്കളോട് വരെ അദ്ദേഹം ഒരു രാജാവിൻ്റെ മാതിരിയെ പെരുമാറിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉദാഹരണം ഞാനൊരു കല്യാണത്തിന് പോയപ്പോൾ കണ്ട ഒരു സംഭവം പറഞ്ഞു. അദ്ദേഹത്തിന് മാത്രമായിട്ട് ഇരിക്കാൻ വേറെ ഒരു സിംഹാസനമായിട്ടൊരു കസേരയാണ് ഇരിക്കുന്നതിന്. അദ്ദേഹം വരുന്ന ടൈമൊക്കെ ചിലപ്പോൾ 2 മണി 3 മണിക്കൊക്കെയാണ്. ഒരു പ്രത്യേക രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയൊക്കെ. അദ്ദേഹം ഒരു 10 മണിക്ക് കിടന്നുറങ്ങും. അദ്ദേഹം ഒരു ദിവസം 2 കോഴിനൊക്കെ കഴിക്കുമെന്ന് പറഞ്ഞു. 2 കോഴി തന്തൂരി ചിക്കൻ അടിക്കുക. അദ്ദേഹം 3-3.5 മണിക്ക് എഴുന്നേൽക്കും. എന്നിട്ട് പൂജകളൊക്കെ നടത്തിയതിന് ശേഷം വലിയ ദൈവവിശ്വാസിയായിരുന്നു NT രാമറാവ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഓഫീസർമാരൊക്കെ 4:30 മണി 5 മണിക്ക് അദ്ദേഹത്തിൻ്റെ എത്തണം. അതുമാതിരി തന്നെ അദ്ദേഹം ഈ ജയലളിതയൊക്കെ കൂടെ അവർക്കൊക്കെ ഈ കാല് തൊട്ട് നമസ്കരിക്കുക ഇങ്ങനെയൊക്കെയുള്ള, അതായത് ബേസിക്കലി ഒരു ഗോഡ്സ് ഓൺ എർത്താണ് എന്നുള്ളൊരു ഫീലിംഗ് ഉള്ള വ്യക്തികളാണ് ഇവരൊക്കെ. ഈ സിനിമയിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു തകരാറാണ്. അപ്പോൾ അതുമാതിരി ഏതായാലും അദ്ദേഹം തീരെ കറക്റ്റായിട്ടുള്ളൊരു വ്യക്തിയല്ലായിരുന്നു. അതുമാതിരി തന്നെ തീരെ കമ്മ്യൂണലായിട്ടുള്ളൊരു വ്യക്തിയല്ലായിരുന്നു. അപ്പോൾ പേഴ്സണലി അദ്ദേഹത്തെ പറ്റിയിട്ട് അദ്ദേഹത്തിന് ഒരുപാട് ഇഡിയോസിൻക്രസീസ് ഉണ്ടായിരുന്നു. അത് ഒരു വ്യക്തിപരമായിട്ട് ഒരുപാട് ഇത്തരത്തിലുള്ള പല വിഡ്ഢിത്തരങ്ങളിലും വിശ്വസിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹത്തെ തന്നെ ഒരു രാജഋഷി എന്നൊക്കെയാണ് അദ്ദേഹം സ്വന്തം വിശേഷിപ്പിച്ചിരുന്നത്. സിനിമ ആണെങ്കിലും കാവ്യ വസ്ത്രമൊക്കെ ധരിക്കുക. പിന്നെ അദ്ദേഹം പറയാം, എൻ്റെ അടുത്ത് സ്വത്തൊന്നുമില്ല, എല്ലാം ഞാൻ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ പത്രക്കാർ ചോദിച്ചാൽ ആർക്ക് കൊടുത്തു? എല്ലാം എൻ്റെ മക്കൾക്ക് കൊടുത്തു. ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗൊക്കെ അടിക്കുക. എന്തായാലും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാതി മത ചിന്തകൾ വളരെ കുറവായിരുന്നു ആന്ധ്രാപ്രദേശ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പരാജയം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം അറിയാലോ, ലക്ഷ്മി പാർവതി എന്ന് പറഞ്ഞൊരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലോട്ട് വരിക, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാവുക, ഒക്കെ വേറെ ഇഷ്യൂസ്. അദ്ദേഹത്തിന് സൺ ഇൻ ലോസൊക്കെ തെറ്റിപ്പോകും, ചന്ദ്രബാബു നായിഡു അദ്ദേഹത്തെ പുറത്താക്കുകയൊക്കെ ചെയ്തു, അത് വേറെ വിഷയമാണ്. ഏതായാലും NT രാമറാവുവിൻ്റെ കുടുംബവും അതിൻ്റെ ആ ഒരു പശ്ചാത്തലവും അവരുടെ ആ തെലുഗു ഫിലിം ഇൻഡസ്ട്രിയും അവരായിട്ടൊക്കെ ബന്ധപ്പെടാനായിട്ടുള്ള വലിയൊരു സന്ദർഭം എനിക്ക് കിട്ടി. അതാണ് അതിൽ ആ കാലഘട്ടത്തിൻ്റെ ഒരു ഗുണം. അങ്ങനെ 1987 MD പാസ്സായതിനു ശേഷം ഞാൻ DM, അന്ന് ഇപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രിയാണ് മെഡിസിനിൽ DM. ഇന്ത്യയിൽ 24 സീറ്റുള്ളൂ ഒന്ന്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു DM ഡിഗ്രി കിട്ടണം എന്നുള്ള ആൾക്കാർ എൻ്റെ ശ്രമത്തിൻ്റെ ഫലമായിട്ട് പല എൻട്രൻസ് എക്സാം എഴുതി. എൻ്റെ മഹാഭാഗ്യത്തിന് എനിക്ക് തോന്നുന്നു ന്യൂറോളജിയിൽ എനിക്കൊരു നാച്ചുറൽ ടാലൻ്റ് ഉണ്ട്. എൻ്റെ പിതാവ് ന്യൂറോളജിസ്റ്റ് ആയിരുന്നല്ലോ. അപ്പോൾ ഈ എൻട്രൻസ് എക്സാമുകളൊക്കെ ഞാൻ ജയിച്ചു. എല്ലാ സ്റ്റേറ്റിലും, കേരളം, തമിഴ്നാട്, ആന്ധ്രയൊക്കെ. പക്ഷേ ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്ക് സീറ്റ് തരാതിരുന്നു. ഉദാഹരണം കേരളത്തിൽ അവർ പറഞ്ഞത് സീറ്റ് റിസർവ്ഡ് ഫോർ സർവീസ് കാൻഡിഡേറ്റാണ്. തമിഴ്നാട്ടിൽ അവർ പറഞ്ഞു, വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞു, അതായത് ഇറ്റ്സ് ഓൺലി ഫോർ തമിഴിയൻസ്, നിങ്ങളൊരു തമിഴിയനല്ല. ആന്ധ്രാപ്രദേശിൽ അവർ പറഞ്ഞു 85-15 ലോക്കൽ, നിങ്ങൾ ലോക്കലല്ല, 85-15 റേഷ്യോ, ഞാൻ നേരത്തെ പറഞ്ഞ റേഷ്യോൻ്റെ ഇഷ്യൂ. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇതെന്ത് ചെയ്യണം എന്നാലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കേസ് കൊടുത്തോളാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവബഹുലമായിട്ടുള്ള കേസ്, ഫസൽ ഗഫൂർ വേഴ്സസ് ദ സ്റ്റേറ്റ്സ് ഓഫ് കേരള, ആന്ധ്രാപ്രദേശ് ആൻഡ് തമിഴ്നാടു ആൻഡ് ദ യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കേസ് ഞാൻ കൊടുത്തു. ആ കേസ് എല്ലാ കോടതികളിലും ഞാൻ പോയി ഫൈറ്റ് ചെയ്തു. എനിക്ക് വേണ്ടിയിട്ട് വലിയ പ്രസിദ്ധരായിട്ടുള്ള NC രാഘവാചാരി, ഉദാഹരണം MG രാമേന്ദ്രൻ്റെ അഡ്വക്കേറ്റാണ്, അദ്ദേഹത്തിൻ്റെ ബില്ല് തയ്യാറാക്കിയിട്ടുള്ള ഇതായിട്ടുള്ള ആൾ, എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നിയമിച്ചിട്ടുള്ളത് NC രാഘവാചാരിയാണ് എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തത്. വേണുഗോപാലാണ് ഇവിടെ ഫൈറ്റ് ചെയ്തത് സുപ്രീം കോടതിയിൽ, എല്ലായിടത്തും. പക്ഷേ ഞാൻ ഒരു ഫൈറ്ററാണ് ബൈ നേച്ചർ.
എനിക്ക് വേണ്ടിയിട്ട് ആരും ഫൈറ്റ് ചെയ്യണ്ടായിട്ടില്ല. ഫൈറ്റ് ചെയ്യാൻ മീൻസ് ഞാൻ തന്നെ പോവാറ്. അപ്പോൾ പലപ്പോഴും ഈ 2 കാര്യങ്ങൾ എനിക്ക് എവിടെ പോകാൻ എനിക്ക് പ്രശ്നമില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഒന്ന്, എനിക്ക് കൂടെ ഒരു പുസ്തകം ഉണ്ടാവും. പുസ്തക വായന എനിക്ക് ഭയങ്കര സംഭവം. ഞാൻ ഓൾറെഡി പറഞ്ഞാൽ ഞാൻ ഇംഗ്ലണ്ടിൽ പഠിച്ചതിനോട് എനിക്ക് ഇംഗ്ലീഷ് പുസ്തകങ്ങളോട് ഭയങ്കരമായിട്ടുള്ള താല്പര്യമുണ്ട്. രണ്ടാമത്, എനിക്ക് സിനിമ കാണാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഏതൊരു നഗരത്തിൽ പോയാലും അക്കാലത്ത് നമുക്ക് സിനിമ കാണാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനങ്ങനെ തെലുങ്ക് സിനിമയും തമിഴ് സിനിമയൊക്കെ കാണും. എൻ്റെ ഭാര്യ എന്നോട് ചോദിക്കും, നിങ്ങളെന്തിനാണ് തെലുങ്ക് സിനിമ കാണുന്നത്? ഞാൻ പറഞ്ഞാൽ തെലുങ്ക് സിനിമ കണ്ടാൽ തെലുങ്ക് ഭാഷ പഠിക്കാം, തമിഴ് സിനിമ കണ്ടാൽ തമിഴ് ഭാഷ, അപ്പോൾ ആ ഭാഷകളൊക്കെ നമ്മൾ പഠിച്ചല്ലോ. ഉറുദു സിനിമ കണ്ടാൽ ഉറുദു ഭാഷ പഠിക്കും. അപ്പോൾ അങ്ങനെ ഈ കേസായിട്ട് ഞാൻ എല്ലാ കോടതിയിലും പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, കേസ് എന്ന് പറഞ്ഞാൽ എത്രയോ മാസങ്ങളോ കൊല്ലങ്ങളോളം നീളും. അങ്ങനെ കേസ് അങ്ങനെ കേസ് ഞാൻ അവസാനം സുപ്രീം കോടതിയിൽ വിജയിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടെ അഡ്മിഷൻ നൽകാനായിട്ടുള്ള ഓർഡറായി, ഇവിടെ നമ്മുടെ മദ്രാസിൽ. അതിൻ്റെ ഇടയിൽ സംഭവം പറയാൻ വിട്ടുപോയി. അതിന് കുറച്ച് മുമ്പായിട്ട് MG രാമചന്ദ്രൻ, എൻ്റെ റഹീം സാഹിബ് പോയിട്ട് വളരെ അടുപ്പത്തിലായിരുന്നു. അങ്ങനെ ഒരിക്കൽ എന്നെ NGRൻ്റെ അടുത്തോട്ട് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ സംസാരത്തിൻ്റെ മധ്യത്തിലൂടെ ഞാൻ പറഞ്ഞു, സാർ ഞാൻ നിങ്ങളുടെ ഒരു വലിയൊരു ഫാനാണ്. അപ്പോൾ അതിന് നമ്മൾ ഫാനാന്ന് പറഞ്ഞാൽ ഉത്തരം പറയണ്ട. അപ്പോൾ ഞാൻ സാറിൻ്റെ എല്ലാ ഡബിൾ റോൾ പടങ്ങളും കണ്ടിട്ടുണ്ട്. എങ്ക വീട്ടുപിള്ളൈ, കുടിയിരുന്ന കോവിൽ, ഇതൊക്കെ MGRൻ്റെ ഡബിൾ റോളുകളാണ്. ആശയമുഖം, ഈ ഒരു 5-6 പടത്തിൻ്റെ പേര് ഒറ്റയടിക്ക് പറഞ്ഞതോടുകൂടി MGR ഭയങ്കര ഹാപ്പിയായി. എന്തെന്ന്, ഇത് നമ്മുടെ ഒരു ഫാൻ തന്നെ, ഇയാൾ വെറുതെ അടിക്കുന്നതല്ല നമുക്ക്. അപ്പോൾ അങ്ങനെ MGRായിട്ട് ബന്ധപ്പെടാനായിട്ടുള്ള സാഹചര്യം റഹീം സാഹിബ് ത്രൂ എനിക്ക് കിട്ടി. MGR അദ്ദേഹത്തിൻ്റെ അന്നത്തെ ലോ മിനിസ്റ്റർ ആയിരുന്ന ശ്രീ പൊന്നയ്യൻ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ പൊന്നയ്യനെ കണ്ടാൽ മതി എന്ന് പറയും. അങ്ങനെ പൊന്നയ്യനെ കാണാം. അപ്പോൾ അതോടുകൂടിയിട്ട് എനിക്ക് ഈ ദ്രാവിഡ പൊളിറ്റിക്സിൽ ഒരു വലിയ താല്പര്യം ജനിച്ചു. അപ്പോൾ പെരിയാർ EV രാമസ്വാമി നായകർ കാരണമാണ് നമുക്കൊക്കെ സംവരണം കിട്ടിയത്. അതുമാത്രമല്ല, അതിൽ മുസ്ലിമുകളെ കൂടെ ഉൾപ്പെടുത്തി പിന്നോക്കത്തിൽ. അപ്പോൾ മുസ്ലിമുകളെ ഉൾപ്പെടുത്തണം എന്നില്ലല്ലോ, കാരണം ഹൈന്ദവ സമുദായത്തിലെ ഒരു ജാതി സിസ്റ്റത്തിൻ്റെ വെളിച്ചത്തിൽ നൽകിയിട്ടുള്ള സംവരണം എന്നാണ് ആദ്യത്തെ വെപ്പ്. അത് ശരിയല്ല, അത് പിന്നോക്കം ആരായാലും കൊടുക്കണം എന്നുള്ള പെരിയാറുടെ ഒരു സിദ്ധാന്തം ഉണ്ടായിരുന്നു. അപ്പോൾ പെരിയാറുടെ ഒരു വലിയ ഒരു ഫോളോവറായിരുന്നു. അപ്പോൾ ഞാൻ ഈ DMK പൊളിറ്റിക്സ് നല്ലോണം ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ചെന്ന കാലത്ത് ഇവരായിട്ടൊക്കെ ബന്ധപ്പെടാനും സംഭവങ്ങളായിട്ടൊക്കെ ആ ഇടക്കാണ് MG രാമേന്ദ്രൻ്റെ മരണം. MGR മരിക്കുമ്പോൾ ഞങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതൊരു ഭയങ്കര സംഭവമായിരുന്നു. ആദരാഞ്ജലി അർപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഞങ്ങൾ നടന്നിരുന്നു. പക്ഷേ ആ വഴിക്ക് പോലും നമുക്ക് പോകാൻ പറ്റാത്ത ഒരു വലിയ സാഹചര്യമുണ്ട് അവിടെ. അത് ടോട്ടലായിട്ട് അവിടെ അരാജകത്വമായിരുന്നു. ഈ കരുണാനിധിയുടെ ഒരു സ്റ്റാച്ചു ഉണ്ട് വെച്ച് അണ്ണാശാലയിൽ ഒരു മൗണ്ട് റോഡിലൊരു സ്റ്റാച്ചു ഉണ്ട്. ആ സ്റ്റാച്ചു ഒക്കെ ഇവർ അടിച്ച് തകർത്ത്. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര സംഭവം. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ കഥയാണ്. ജയലളിത ഗൺ കാരേജിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ ശ്രമിച്ചതും, ജയലളിതേനെ ചവിട്ടി ഇറക്കാൻ നോക്കിയതും, പിന്നെ ജാനകി മന്ത്രിയായതും എല്ലാം നമ്മൾ ആ ഒരു ചെറിയ സമയത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ഞാൻ മദ്രാസിലുണ്ടായിരുന്ന കാലഘട്ടമാണ്. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഒരു വലിയൊരു എന്താ പറയുക, ഈ ദ്രാവിഡ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുള്ള പരിതാപകരമായിട്ടുള്ളൊരു വീഴ്ചയാണ്. കാരണം പെരിയാർ EV രാമസ്വാമി നായ്ക്കറിലും അണ്ണാദുരയിലും തുടങ്ങിയിട്ട് സംവരണത്തിനും മറ്റുള്ള പിന്നോക്ക ജാതികളുടെ ഇതിനു വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു മൂവ്മെൻറ്റ് ഇന്നത് എവിടെ നിൽക്കുന്നത്? അഴിമതിയിൽ മുങ്ങിയിരിക്കണം ഒന്ന്. രണ്ടാമത്, അതിനൊപ്പം ഒരു വിഭാഗത്തിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ബ്രാഹ്മണ സ്ത്രീയായിട്ടുള്ള ജയലളിതയാണ്. അത് പിന്നോക്കക്കാരുടെ പാർട്ടിയാണെന്നാണ് പറയപ്പെടുന്നത്. 2, 3 ജാതി. ഇപ്പോൾ ഇതെല്ലാം ജാതിയുടെ പേരിലാണ്. DMK, DMK, MDMK, അല്ലെങ്കിൽ മറ്റേ വിജയകാന്തിൻ്റെ പാർട്ടിയൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് പോയിരിക്കുന്ന ജാതിയുടെ പേരിൽ. അപ്പോൾ ജാതിയുടെ ഉപജാതിയുടെ പേരിലൊക്കെ ദ ഗ്രേറ്റ് ദ്രവിഡിയൻ മൂവ്മെൻറ്റ് സ്പ്ലിറ്റ് ഇൻ ടു പീസസ്. അപ്പോൾ അതും കൂടെ നമ്മൾ അവിടെ വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റി. അതായത് ഇപ്പോൾ തന്നെ SC/ST-കളുടെ സ്ഥിതി. എന്ത് ഗുണം കിട്ടി SC/ST-കൾക്ക് ഈ ദ്രാവിഡ മൂവ്മെൻറ്റ് കൊണ്ട്? ഒരു ഗുണവും കിട്ടിയിട്ടില്ല. അത് ഇൻ്റർമീഡിയറ്റ് കാസ്റ്റ്, അതായത് ഇടയിലുള്ള ജാതികൾക്ക്, OBC-കൾക്ക് മാത്രം ഗുണം കിട്ടുന്ന ഒരു മൂവ്മെൻറ്റായി മാറുകയും അവസാനം അതിൻ്റെ നേതൃത്വം മുഴുവനും മുന്നോക്ക ജാതികളുടെ കയ്യിലോട്ട് തിരിച്ചു പോവുകയും ചെയ്തു. അതേസമയം അതിൻ്റെ ഏറ്റവും വലിയ ഐഡിയലോഗ് എന്ന് പറയപ്പെടുന്ന ദ്രാവിഡ കഴകത്തിൻ്റെ വീരമണിയുടെ പോലത്തെ ആൾക്കാർ അവരൊന്നും ഒന്നുമല്ലാതാവുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ ദ്രാവിഡ മൂവ്മെൻറ്റിൻ്റെ വീഴ്ച ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? തമിഴ്നാട്ടിലെ രാഷ്ട്രീയം
ആദ്യ കാലഘട്ടത്തിലെ സോഷ്യൽ ജസ്റ്റിസിൽ നിന്ന്, സാമൂഹിക നീതിയിൽ നിന്ന് അത് തകർന്ന് വീണ് ഇപ്പോൾ ജാതിയുടെ പേരിലും വർഗീയതയുടെ പേരിലായിട്ടൊക്കെ തിരിയുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. അതേമാതിരി തന്നെയാണ് അവിടുത്തെ മുസ്ലിമുകളുടെ സ്ഥിതി നമ്മൾ കാണുന്നത്. ഞാൻ ആദ്യകാലത്തൊക്കെ അവിടെ പോകുമ്പോൾ അവിടുത്തെ മുസ്ലിമുകൾ എന്ന് വെച്ചാൽ അവർ തമിഴ് സ്പീക്കിംഗ് മുസ്ലിംസ് ആയിരുന്നു. അവർ തമിഴ് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടിരുന്ന അവർ തമിഴ് ഡ്രസ്സിങ്, തമിഴ് ഭക്ഷണം, തമിഴ് ഭാഷ ഇങ്ങനെയായിരുന്നു അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പല കോൺഫറൻസുകൾക്ക് ഞാൻ MES പ്രസിഡന്റ് എന്നുള്ള നിലക്ക് അവിടെ പങ്കെടുക്കുന്നത് കാണുന്നത് അവിടെ തികച്ച അറബ്വൽക്കരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഡ്രസ്സിങ് രീതികൾ മാറി, അവിടുത്തെ ഭക്ഷണ രീതികളിൽ മാറി, അവിടുത്തെ സംസാര രീതികൾ മാറി, എല്ലാ രീതികളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തമിഴ്നാട് എന്ന് പറഞ്ഞിട്ടുള്ള സാമൂഹ്യ നീതിയുടെ ഒരു ഉറവിടമായിരുന്ന പെരിയാർ EV രാമസ്വാമി നായ്ക്കരുടെ മാതിരിയുള്ള മഹൽ വ്യക്തിത്വങ്ങൾ പണിതുകൊടുത്ത ഈ സാമൂഹ്യ നീതിയുടെ ആ ഉറവിടം ഇന്ന് തകർന്ന് തരിപ്പണമായിട്ട് വെറും ഒരു ഫിലിം കമ്പനിയായി മാറിയിരിക്കുകയാണ്. ആ ഫിലിം കമ്പനിയിലെ ഏറ്റവും വലിയ അഴിമതിക്കാരായിട്ടുള്ള കരുണാനിധിയും ജയലളിതയും അപ്പുറത്തും നിന്ന് പോരാടുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ 10-20 കൊല്ലമായിട്ട് കാണുന്നത്. അങ്ങനെ തമിഴ്നാട്ടിൽ ആ കേസുകൾ ഞാൻ ജയിച്ചതിന് ശേഷം ഞാൻ മദ്രാസ് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ ഗവൺമെൻറ്റിന് എന്നോട് ഭയങ്കരമായിട്ടുള്ള നിരസമുണ്ടായിരുന്നു. കാരണം കേസിലൂടെ വന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്കാണ് അന്ന് ഇതുണ്ടായിരുന്നത്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവർ എന്നെ ഒരു കൊല്ലം മദ്രാസിൽ നിന്നതിന് ശേഷം അവർ മധുരയ്ക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ 8ാമത്തെ നഗരമായി ഞാൻ ഇന്ത്യയിൽ പഠിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇത്രയധികം മെഡിക്കൽ കോളേജുകളിൽ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാവില്ല, ഇനി ഉണ്ടാവാൻ പറ്റേയില്ല. അതായത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, ഉസ്മാനിയ ഹൈദരാബാദ്, ശ്രീനഗർ മെഡിക്കൽ കോളേജ്, പട്ന മെഡിക്കൽ കോളേജ്, മദ്രാസ് മെഡിക്കൽ കോളേജ്, മധുരൈ മെഡിക്കൽ കോളേജ്. അപ്പോൾ മധുരയിലാണ് ഞാൻ ലാൻഡ് ചെയ്യുന്നത്. അപ്പം മധുര എന്ന് പറഞ്ഞാൽ ലോകത്തേക്കും വെച്ച് ഏറ്റവും ഡേർട്ടി ആയിട്ടുള്ള സിറ്റിയാണ്, ഏറ്റവും വൃത്തിയായിട്ട സിറ്റി. അതായത് അവിടെ ഒരു സ്ഥലത്ത് പോയിട്ടൊരു ഭക്ഷണം പോലും കഴിക്കാൻ പാടില്ല. ഒരു വൃത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഇത്രയും വൃത്തിയായിട്ടൊരു സിറ്റിയാണ്. അത് മാത്രമല്ല വളരെ തമിഴ്നാട് മറ്റേ മദ്രാസ് മാതിരിയല്ല, സാംസ്കാരികമായിട്ടും അതിന് തീരെ കോസ്മോപോളിറ്റൻ അല്ലാത്തൊരു സിറ്റിയാണ്. അവിടെ ഞാൻ വളരെ നിരാശയോട് കൂടിയിട്ടാണ് ഞാൻ നിന്നിരുന്നത്. എങ്ങനെ അത്രയും വൃത്തിയായിട്ടാണ് പേഷ്യൻസിനെ നമുക്ക് തൊടാൻ പോലും തോന്നില്ല, അത്രയും വൃത്തിയായിട്ടാണ് പേഷ്യൻ്റ്. പിന്നെ അത്രയും ദാരിദ്ര്യമാണ്, പേഷ്യൻറ്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് പക്ഷേ ആ ഹോസ്പിറ്റലൊക്കെ തന്നെ രാജാജി ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ ഏറ്റവും പഴക്കം ചെന്ന ഒരു ഹോസ്പിറ്റലാണ് ഇന്ത്യയിലെ തന്നെ. ഒരുപാട് പേഷ്യൻസ് ഉള്ള ഹോസ്പിറ്റൽ, പക്ഷേ ഒരു വൃത്തിയും ആ ഹോസ്പിറ്റലിനില്ല. അപ്പോൾ അവിടെ എങ്ങനെയെങ്കിലും നമ്മൾ പറയില്ല തടി വെട്ടത്താക്കണം എന്നുള്ളൊരു ധാരണയോട് കൂടിയിട്ടാണ് ഞാൻ അവിടെ നിന്നിരുന്നത്. ആ സമയത്താണ് എനിക്കൊരു മൂന്നാമതൊരു പുത്രൻ ജനിച്ചത്. ഇപ്പം എനിക്ക് 3 കുട്ടികളുണ്ടായതും 3 കാലഘട്ടത്തിലാണ്. ഒരു കുട്ടി ഉണ്ടായത് ഔസർജനായിരിക്കുന്ന കാലഘട്ടത്തിൽ, വേറെ കുട്ടി MDക്ക് പഠിക്കുന്ന കാലഘട്ടത്തിൽ, മൂന്നാമത്തെ കുട്ടി DM പഠിക്കുന്ന കാലഘട്ടത്തിൽ. അപ്പം 3 കുട്ടികൾ 3 പയ്യന്മാരുണ്ടായി. പലപ്പോഴും പല ഡോക്ടർമാരോ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിദ്യാർത്ഥികളും പറയും, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ കൂടെ കല്യാണം വേണ്ട, എനിക്ക് കുട്ടികളെ വേണ്ട. ഇതൊക്കെ വെറുതെ പറഞ്ഞാണ്. കുട്ടികളൊന്നും അല്ലെങ്കിൽ പിതാക്കന്മാരല്ല നോക്കുന്നത്, കുട്ടികളെ നോക്കുന്ന മാതാക്കന്മാരാണ്. ഓഫ് കോഴ്സ് ലേഡി ഡോക്ടറാണ് മാതാവെങ്കിൽ വ്യത്യസ്തമായ കാര്യമാണ്. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. ഈ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവർ സ്കൂളിൽ ലോക്കൽ സ്കൂളിൽ 2 കുട്ടികൾ ലോക്കൽ സ്കൂളിൽ പഠിക്കുന്നുമുണ്ട്, മൂത്ത 2 കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരെ സ്കൂളിൽ കൊണ്ടുവരും. ഇതൊക്കെ അവർ പാട്ട് നമ്മുടെ ഫൈറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട്. അല്ലാതെ നമ്മളിപ്പോൾ ഒരു MBBS MD DM എന്ന് പറയുമ്പോൾ 30-32 വയസ്സ് വരെ പഠിക്കണം, ചെറിയ കാര്യമല്ല. MBBSന് നമ്മൾ ഹൗസ് സർജൻസി ചേർക്കാൻ 6 കൊല്ലം, 1 കൊല്ലം എൻട്രൻസ്, അപ്പോൾ 7, പിന്നെ 3 കൊല്ലം MD 10, പിന്നെ 1 കൊല്ലം എൻട്രൻസ് 11, പിന്നെ 3 കൊല്ലം DM 14 കൊല്ലം നമ്മൾ പഠിക്കണം. അപ്പോൾ 32 വയസ്സ് കറക്റ്റാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ മാറ്റി വെക്കാൻ പറ്റുമല്ലോ, വിവാഹം മാറ്റി വെക്കാൻ പറ്റുമോ, കുട്ടികളുണ്ടാകാൻ മാറ്റി വെക്കാൻ പറ്റുമോ? ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല. ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് കുട്ടികളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് എനിക്ക് വലിയ ആശ്വാസമാണ്. എന്താ കാരണം, അവരൊക്കെ ഇപ്പോൾ വലുതായല്ലോ. അവർ 2 പേരും ഇപ്പോൾ ഡോക്ടർമാരായി. എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ അവരൊക്കെ ഡോക്ടർമാരെ 50 വയസ്സ്, എനിക്ക് 50 വയസ്സാകുമ്പോഴത്തേനും 2 പേര് ഡോക്ടർമാരെ കിട്ടി. അപ്പോൾ എനിക്ക് ബാധ്യതകൾ കുറയാണല്ലോ, പിന്നീട് വയസ്സുകാലത്ത് ബാധ്യത ഉണ്ടാവുന്നില്ല. ഏതായാലും എൻ്റെ 3ാമത്തെ കുട്ടി ഉണ്ടായത് അവിടെ വെച്ചിട്ടാണ്. മധുരയിൽ ആകെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, മധുരയിൽ എന്നെ റഹീം സാഹിബ് വിസിറ്റ് ചെയ്യാൻ വന്നു, ഫാദറിലോ. അപ്പോഴാണ് TV ന്യൂസ് വരുന്നത്, A. റഹീം അപ്പോയിൻറ്റഡ് ഗവർണർ ഓഫ് മേഘാലയ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രാജീവ് ഗാന്ധിക്ക് റഹീം സാഹിബിനോടുള്ള വളരെ സ്നേഹവും ഇഷ്ടവും കാരണം രാജീവ് ഗാന്ധി അന്ന് ആസാമിൽ നിന്ന് മേഘാലയ, 2 ആസാം മേഘാലയ ഒരു ഗവർണർഷിപ്പായിരുന്നു, ഷില്ലോങ് ആയിരുന്ന രാജ്ഭവൻ. അതിൽ മേഘാലയ അടർത്തി എടുത്തിട്ട് ഷില്ലോങ് രാജ്ഭവൻ റഹീം സാഹിബിന് കൊടുത്തുകൊണ്ട് റഹീം സാഹിബിനെ ഗവർണറാക്കി മാറ്റി. ഞാൻ ഉടനെ തന്നെ മധുരയിൽ നിന്ന്, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ എൻ്റെ പ്രൊഫസറെ കാണാൻ പോയി. അപ്പോൾ പ്രൊഫസറോട് പറഞ്ഞു, ഞാൻ റഹീം സാഹിബ് ഗവർണറായിട്ടുണ്ടാവുന്നത്, ഞാൻ 2 ആഴ്ച രാജ്ഭവനിൽ പോയി താമസിക്കാൻ പോകുന്നു. അപ്പോൾ പ്രൊഫസർ പറഞ്ഞു, അത് എങ്ങനെ ശരിയാവും, നിങ്ങൾ പരീക്ഷയൊക്കെ ഉള്ളതല്ലേ, അറ്റൻഡൻസ് ഷോർട്ടേജ് വരില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അറ്റൻഡൻസും ഷോർട്ടേജും പരീക്ഷയൊക്കെ വീണ്ടും ഉണ്ടാവും, ഒന്നും കൂടെ എഴുതിയാൽ പോരെ. അതേസമയം രാജ്ഭവനിൽ പോയി താമസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മഹാസംഭവമാണ്. അതുകൊണ്ട് ഞാൻ രാജ്ഭവനിൽ താമസിക്കാൻ പോവാണ്, ഞാൻ ഇപ്പോൾ റഹീം സാഹിബിൻ്റെ കൂടെ പോകണം.
അങ്ങനെ ഞാൻ നേരെ രാജ്ഭവൻ ഷില്ലോങ് മധുരയിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ഷില്ലോങ് രാജ്ഭവനിൽ ഞാനും കുടുംബവും പോയി 2 ആഴ്ച താമസിച്ചു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് മേഘാലയ. കാരണം ഈ ചിറാപുഞ്ചിയൊക്കെ അവിടെയാണല്ലോ. അപ്പോൾ അവിടെ രാജ്ഭവൻ എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള രാജ്ഭവനാണ്, പഴയ ഒരു മോഡലിലുള്ള രാജ്ഭവനാണ്. അപ്പോൾ രാജ്ഭവനിൽ അദ്ദേഹത്തിൻ്റെ കൂടെ 2 ആഴ്ച ഞാൻ ചിലവഴിച്ചു. തിരിച്ചു വന്നു, മധുരയിലോട്ട് വന്നു. അങ്ങനെ മധുരയിൽ ഞാനിങ്ങനെ ക്ഷീണിച്ചിരിക്കുകയാണ്. 2 കൊല്ലം ഉണ്ടല്ലോ കോഴ്സ് എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ എനിക്ക് വീണ്ടും വലിയൊരു ഭാഗ്യം കിട്ടി. എന്താണ്, പല സ്ഥലത്തും തിരുവനന്തപുരം ചിത്രതിരുന്നാളിലും നിംഹാൻസിലൊക്കെ 3 കൊല്ലം കോഴ്സാണ്. പക്ഷേ ഇവിടെ 2 കൊല്ലമുള്ള കോഴ്സ് നമ്മുടെ മദ്രാസിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു കടലാസ് വരുന്നു, സെയിങ് ദാറ്റ് ഐ ഹാവ് ടു അപ്പിയർ ഫോർ ദ ഫൈനൽ എക്സാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയറിലാണ്, 2 കൊല്ലമാണ് കോഴ്സ്, ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ഓർഡറാണ്. ആ ഓർഡറിൽ ഒരു ചെറിയ ഇത് പറ്റിയതിൽ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവർ ഒറിജിനൽ ഡേറ്റ് ഓഫ് ജോയിനിങ് അങ്ങോട്ട് ഇട്ട് കേസ് കൊടുത്ത ആ ഡേറ്റ് കേസ് കൊടുത്തു. അപ്പോൾ കേസൊക്കെ പോയാൽ 1 കൊല്ലം എന്നുള്ളവർക്ക്. അപ്പോൾ അതുകൊണ്ട് അത് ഇട്ടുകൊണ്ട് എന്താ വെച്ചാൽ 1 കൊല്ലം. അപ്പോൾ സുപ്രീം കോടതി ഓർഡർ ആയത് കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള നിലക്ക് എനിക്ക് മറ്റേ ഇത് കിട്ടി, ഇത് നമ്മുടെ പരീക്ഷയ്ക്ക് ഇരിക്കാനുള്ള ഇത് കിട്ടി. പക്ഷേ നമ്മുടെ പ്രൊഫസർ പറഞ്ഞാൽ പറ്റില്ല, നിങ്ങൾക്ക് 75% അറ്റൻഡൻസ് 85% അറ്റൻഡൻസ് നിങ്ങൾ 1 കൊല്ലം അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തായാലും ആ തർക്കമൊക്കെ ഉണ്ടായെങ്കിൽ അവിടെ വീണ്ടും ഒരു ഭാഗ്യം കിട്ടി. എന്തോ കാരണം കൊണ്ട് പ്രൊഫസറെ ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ അവിടെ പ്രൊഫസർ ഇല്ലാതായി. അപ്പോൾ അതിന് പകരം വന്നിട്ടുള്ള ന്യൂറോ സർജറി പ്രൊഫസർ പറഞ്ഞു ഏതായാലും ഇവിടെ വന്നിട്ട് കാര്യമൊന്നുമില്ല, ഇവിടെ പ്രൊഫസറൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ എഴുതി തരാം 85% അറ്റൻഡൻസ് ഫ്രം ഡേറ്റ് ഓഫ് ജോയിനിങ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവിടുന്ന് DM ഡിഗ്രി ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായി. അങ്ങനെ DM ഡിഗ്രി മധുരയിൽ നിന്നാണ് എടുത്തത്. മദ്രയും കൂടെ കൂടിയിട്ടാണ് എടുത്തത്. അങ്ങനെ മധുരയെ ഞാൻ വിട്ടുപോകുന്നു. എനിക്ക് തീരെ ഒരു മതിപ്പുള്ള സ്ഥലമല്ല മധുര. ഇതിനു മുമ്പ് പറഞ്ഞ എല്ലാ സ്ഥലങ്ങളെ പറ്റിയിട്ടും എനിക്ക് മതിപ്പുണ്ട്. ഈവൻ പട്നയേക്കാളും മോശമാണ് മധുര എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്രയും, അതായത് വെറും ഒരു യൂണിറ്ററി കൾച്ചറിൻ്റെ സ്ഥലമായിട്ടാണ് ഞാൻ മധുരയെ കണ്ടിട്ടുള്ളത്. അത് മധുരയുടേതായിട്ടുള്ള ഒരു സംസ്കാരം, അതൊരു ജീർണിച്ച സംസ്കാരമാണ്. അപ്പോൾ അങ്ങനെയാണ് മധുരയെ വിട്ടു പോകുന്നത്. അതോടുകൂടി എൻ്റെ വിദ്യാഭ്യാസ പരിപാടികൾ അവിടെ അവസാനിച്ചു. ഞാൻ കോഴിക്കോട്ടേക്ക് തിരിച്ചു വന്ന് ഇവിടെ ജോയിൻ ചെയ്യാണ് ആസ് എ ന്യൂറോളജിസ്റ്റ്. അങ്ങനെ ഒരു 10-30 കൊല്ലത്തെ ഒരു ദൈർഘ്യമുള്ള ഒരു പ്രയാണം തന്നെ, ഒരു ഭാരത ദർശനം എന്ന് പറയാം എൻ്റെ വിദ്യാഭ്യാസത്തെ പറ്റിയിട്ട്. അതെനിക്ക് തോന്നുന്നു ആർക്കും ആ ഭാഗ്യം കിട്ടിക്കാണില്ല. ദ്രാവിഡ സംസ്കാരം, തെലുഗു സംസ്കാരം, ഭോജ്പൂരി സംസ്കാരം, കാശ്മീരിയത്ത്, ദ്രാവിഡ സംസ്കാരം, അതിപ്പോൾ ഇത് എല്ലാ പല സംസ്കാരങ്ങളെ കാണാനും പഠിക്കാനും. അതുകൊണ്ട് എൻ്റെ വീക്ഷണത്തിലൊരു വലിയൊരു ഇത് വന്നിട്ടുണ്ട്. അതായത് ഞാൻ ജാതിയുടെ മതത്തിൻ്റെ പേരിൽ ഒരാളെയും കാണാൻ തയ്യാറില്ല. MESൻ്റെ പ്രസിഡൻ്റ് എന്നുള്ള നിലക്ക് ഞാൻ ചിലപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ കോളേജുകളിലൊക്കെ ഒരു മുൻതൂക്കമൊക്കെ മുസ്ലിം സമുദായത്തിന് കൊടുക്കുമെങ്കിലും എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഉദാഹരണം എൻ്റെ സ്റ്റാഫ് മനസ്സിലായില്ല, എൻ്റെ കൂടെ ദീർഘകാലം മാനേജറായിട്ട് രാജൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. എൻ്റെ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗോപേഷ് എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു ഫേവർ ചെയ്ത് കൊടുക്കുന്നതിനോ ഞാൻ ഒരിക്കലും മതമോ ജാതിയോ ഒരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കാറില്ല. അതാണ് ആദ്യത്തെ പാഠം എനിക്ക് കിട്ടിയത്. രണ്ടാമത് ബീഹാറിൽ പോയോടുകൂടിയിട്ട് പ്രത്യേകിച്ച് മുഷാഹർ എന്ന് പറയുന്ന വിഭാഗത്തിനെയൊക്കെ കണ്ടോടുകൂടിയിട്ട് എലിയത്തിനൊന്ന് വരച്ചിട്ടിരുന്നവർ, അതായത് ഒരു ദിവസം ഇന്നത്തെ കൂലി വരും ഒരു ദിവസം അവർക്ക് കിട്ടുന്നത് ചിലപ്പോൾ പ്രോബ്ലി 50 രൂപ പോലും കിട്ടാത്ത SC/ST വിഭാഗങ്ങൾ. അപ്പോൾ SC/ST വിഭാഗങ്ങളുടെ സംവരണം എന്തായാലും കാലാകാലം തുടർന്നതാണ് എന്നുള്ള അഭിപ്രായം എന്നിൽ വന്നിട്ടുണ്ട്. അത് അവർക്ക് കിട്ടേണ്ടതാണ് എന്നുള്ളത്. അതേമാതിരി തന്നെ ഹൈദരാബാദിൽ പോയപ്പോൾ ഞാൻ കണ്ടത് ഈ മുസ്ലിം വർഗീയത, പ്രത്യേകിച്ച് ഈ എതിർക്കപ്പെടേണ്ട മതമൗലികവാദം അല്ലെങ്കിൽ തീവ്രവാദം, വർഗീയത, മുസ്ലിം വർഗീയതയെ പറ്റി. അതുമാതിരി തന്നെ കാശ്മീരിൽ പോയപ്പോൾ കാശ്മീർ പ്രോബ്ലത്തിന് 100% നമ്മുടെ ഗവൺമെൻറ്റാണ്, ഇന്ത്യൻ ഗവൺമെൻറ്റാണ് എന്നുള്ളതിൽ എൻ്റെ ഉറച്ച വിശ്വാസം. അപ്പോൾ അങ്ങനെ അതേമാതിരി തന്നെ ദ്രാവിഡ സംസ്കാരത്തിൻ്റെയും ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെയും അത് ചിന്നിച്ചിതറിപ്പോകുന്ന കാഴ്ച MGRൻ്റെയും ജയലളിതയുടെയൊക്കെ കാലഘട്ടത്തിൽ. അപ്പോൾ ഇതെല്ലാത്തിനും നമ്മളൊരു കാലഘട്ടത്തിൻ്റെ ഇതിന് സാക്ഷ്യം വഹിക്കുക, ഞാൻ പറഞ്ഞില്ല സമ്പൂർണ്ണ വിപ്ലവം നമ്മൾ അതിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു മഹാസംഭവമാണ്. അപ്പോൾ അതൊക്കെ ഈ വിദ്യാഭ്യാസം കൊണ്ടുണ്ടായ ഈ കറക്കം കൊണ്ടുണ്ടായ നേട്ടങ്ങളാണ്. അതുകൊണ്ട് അപ്പോൾ ഞാൻ വളരെ സംതൃപ്തനാണ് ഈ തരത്തിലുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയതിൽ.